ഹായ് ഓൾ അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് ചെയ്യാത്തൊരു വലിയൊരു ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം സാധിക്കുന്നതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ഇച്ചു ബേബിയും അയച്ചനും സ്കൂളിൽ പോകാനും വേണ്ടിയിട്ട് റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അവരുടെ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കുന്നത് ചോറും ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഇത് എൻ്റെ ഒരു സങ്കടം കേൾക്കണം. നമ്മുടെ ബെഡ്റൂമിൽ ഒരു വാൾ മാത്രം ലൈറ്റ് ബേജ് കളർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പെയിൻ്റൊക്കെ സെലക്ട് ചെയ്തൊക്കെ കൊടുത്തു. പക്ഷെ വന്ന സമയത്ത് സാധനം മാറി, ഭയങ്കര ഡാർക്ക് കളർ. ഞാൻ ആകെ മൂഡ് ഓഫിലിരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യാമെന്ന്. അങ്ങനെ ഇത് വന്നിട്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു പണിയാണ്. ഇവിടുത്തെ ഒരു മെയിൻ കിച്ചൺ എന്ന് പറയുന്നത് ഈ ഒരു കിച്ചണാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഇതാണ് സെക്കൻഡ് കിച്ചൺ. ഇവിടെയാണ് നമുക്ക് പിന്നെയും മുകളിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മുടെ കൈയെത്താൻ പാകത്തിന് വെക്കാൻ പറ്റുന്ന പോലെയുള്ള ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് വന്നിട്ട് ഈ കൗണ്ടർ ടോപ്പ് ഒരു നോർമൽ ഒരു ഹൈറ്റ് ഒന്നുമല്ല, കുറച്ച് നല്ല ഹൈറ്റ് കുറവായിട്ടാണ്. പിന്നെ താഴെ നമുക്ക് നമ്മുടെ പാത്രങ്ങൾ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, ഈ ഡോറ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത് എൻ്റെ സ്റ്റുഡിയോ ആവശ്യങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ സൗണ്ടൊന്നും പുറത്ത് വെക്കാത്ത പോലെ ഒരു സംഭവം ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു റൂമാണ് കിച്ചൺ ആക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ആ റൂമിലെ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാണ് കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ കിച്ചൻ്റെ ഈ ഒരു വോൾ എടുത്ത് മാറ്റിയിട്ട് 2 കിച്ചണും കൂടെ വലുതാക്കി കൂടെ സിലു എന്നുള്ളത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ 2 ഫ്ലോറാണ് വരുന്നത്. അതിൻ്റെ മൊത്തം വെയിറ്റും ഈ ഒരു വോളിലും ഇതപ്പോൾ ഈ കാണുന്ന ഈ ഓപ്പോസിറ്റുള്ള വോളിലാണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഈ 2 വോളും എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് തന്നെ വലിയ കിച്ചണാക്കി മാറ്റാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഏത് വഴിക്ക് നോക്കിയിട്ടും സെറ്റാവും തോന്നില്ല. പിന്നെ ഞാൻ റിസ്ക് എടുത്തിട്ട് അവസാനം വീട് മൊത്തത്തിൽ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ളതും പോയി എന്നുള്ളൊരു അവസ്ഥയാവുമല്ലോ. പിന്നെ നമ്മൾ ഓണറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ 2 വോളും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കുക, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു തൂണ് 2 സൈഡും വെച്ചിട്ട് അങ്ങനെ ചെയ്താലോ, നമ്മുടെ മറ്റേ പഴയ വീട്ടിൽ നമ്മൾ അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്കെന്തോ മനസ്സിൽ ഭയങ്കര ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനും ബേജാറും പേടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി ഇനി പുതിയതായിട്ട് വിളിച്ച് വരുത്തണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ കിച്ചൺ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് വെളിച്ചം ഈ ഭാഗത്ത് ആകെ ഈ ഒരു ജനലാണുള്ളത്, അതുകൊണ്ട് എപ്പോഴും നമുക്ക് ലൈറ്റ് യൂസ് ചെയ്യണം. അതുകൊണ്ട് പിന്നെ വേണ്ട വെച്ചു. ഇത് വന്നിട്ട് അന്നത്തെ സംഭവമില്ലേ, വീട്ടിൽ വെള്ളം ഫുള്ളായിട്ട് നിറഞ്ഞ് ആകെ അലമ്പായത് ആ സമയത്തുള്ള ക്ലിപ്സാണ് കേട്ടോ. അപ്പോഴേക്കും അവിടുത്തെ ഈ വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ പൊളിച്ച് മാറ്റി അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ കിച്ചൻ്റെ അത് പൊളിക്കുന്ന സമയത്ത് അവിടുത്തെ പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവർ അതിൽ എന്തോ തിരികെ വെച്ചു. അത് രാത്രി നേരത്തെ അത് പൊട്ടി പുറത്തേക്ക് വന്ന് അങ്ങനെ വീട് മൊത്തം 2 ദിവസം അടുപ്പിച്ച് വെള്ളമായി. അതാണ് അന്ന് ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്ററൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചിരുന്ന കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. ഇത് മൊത്തം വീടിൻ്റെ ഉള്ളിൽ കയറിയ വെള്ളം ഫുള്ളായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കളയുന്ന ആ ഒരു സീനൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒച്ചിട്ട് കരഞ്ഞുകൊണ്ട് വന്ന സീനായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ. വെള്ളം കയറിയത് കണ്ടിട്ട് ആകെ ബേജാറായി, മൊത്തത്തിൽ കിളി പോയൊരു അവസ്ഥയായിരുന്നു. ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് എങ്ങനെയാണ് ക്യാമറ പിടിച്ചിട്ട് ഓടാൻ പറ്റിയതെന്ന്. ആക്ച്വലി ആദ്യം ക്യാമറ പിടിച്ചിട്ടല്ല നമ്മൾ ഓടിയത്. ഓടിക്കഴിഞ്ഞ് കരച്ചിൽ പിടിച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ക്യാമറ ഞാൻ കൊണ്ടുവന്ന് എടുത്തത്. ഏതായാലും നിങ്ങൾക്കും കൂടെ കാണിക്കാമല്ലോ, ഇതുപോലെ ഒരുപാട് പേർക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ റൂമിൽ ഇതുപോലെ കബോർഡ്സ് ഉണ്ട്. ഈ കബോർഡ്സ് എല്ലാം തന്നെ മുകളിലായതുകൊണ്ട് നമുക്ക് ഉപകാരമൊന്നുമില്ല. എന്തെങ്കിലും വെക്കാനോ പിടിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഏണി വെച്ച് കയറിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ. പിന്നെ അതൊക്കെ ഞാൻ വൈറ്റ് പെയിൻറ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിക്കല്ല എന്നുണ്ടെങ്കിൽ വുഡിൻ്റെ തന്നെ നിലനിർത്തിയിട്ട് ക്ലിയർ അടിച്ചു വിടാൻ വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം കേട്ടോ. ഇപ്പുറത്ത് കാണിച്ച ആ ഒരു വാർഡ്രോബും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തൽക്കാലം കുട്ടികൾക്ക് കിടക്കാനും കളിക്കാനും പിന്നെ അവരുടെ ഡ്രസ്സുകളൊക്കെ വെക്കാനുള്ള ആ ഒരു റൂമായിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക്. ആ ഒരു കിച്ചണാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുള്ളത്. ഇതിന് കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. ഒറ്റ ദിവസത്തിൽ ഇങ്ങനെ മാറിയതല്ല, 10-20 ദിവസത്തോളം എൻ്റെ പണിയുണ്ടായിരുന്നു.
അതായത് ചുമരിലുള്ള ടൈലൊക്കെ മാറ്റി അവിടെ സിമൻ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞതിന് ശേഷം അവിടെ പുട്ടിയിട്ട് സെറ്റാക്കി പിന്നെ പ്രൈമർ അടിച്ച് പിന്നെ അതിന് ശേഷം വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു ഫിനിഷിങ് ലുക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഒരു സമാധാനം. ഇനി മുകളിലുള്ള ആ ഒരു എന്താണത് അതിന് പറയുക, ഷെൽഫുകളൊക്കെ ഒന്ന് വൈറ്റാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ചിലർ പറഞ്ഞു അതെടുത്ത് മാറ്റിയിട്ട് ഈ ഇടയത്തും അതിലും മാറ്റിക്കഴിഞ്ഞാൽ വലിയ ലിവിങ് കിട്ടൂലേ എന്നുള്ളത്. കാണാനൊക്കെ ഭംഗിയായിട്ടൊക്കെ ഉണ്ടാവും, പറയണത് സത്യമാണ്. പക്ഷെ അതിന് നല്ല ചിലവായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ദേ ഈ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്നുള്ളത് പറയാം. അതിന് മുമ്പ് ഞാനിങ്ങനെ പല സമയം ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ പൊതുവെ പെൺകുട്ടികളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ചില സമയം ചെറുതിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവും പേടിയില്ലാത്ത എന്തിനും ഏതിനും നേരിടുന്ന ഒരു പെൺകുട്ടികളൊക്കെ ആയിരിക്കും. കാലക്രമേണ ജീവിതത്തിൽ നമ്മളെ തന്നെ എവിടെയോ ലോസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ, ഈ ഇടക്ക് എനിക്കിങ്ങനെ കോഴി വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം, കിളി വളർത്തണം എന്നുള്ള ആഗ്രഹമൊക്കെ ഇടക്ക് പെട്ടെന്ന് എനിക്ക് വന്നു. അപ്പം അങ്ങനെ ഈ കോഴിയൊക്കെ വിൽക്കുന്നവരെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച സമയത്ത് ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോഴീനെ തൊടാതെയും പിടിക്കാതെയും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റുമോ, അത് നമ്മുടെ കാലിൽ വന്ന് കൊത്തുമോ, നമ്മളെ ഇടങ്ങാറാക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ കൂടുതലും പറയുന്നത്. അപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, ഇത്രയും ധൈര്യമുള്ള താൻ ഇങ്ങനെ ഈ ജീവികളെങ്ങനെ പേടിക്കുന്ന ഒരാളാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തോ എനിക്കറിയില്ല, എനിക്ക് പുറത്തൊക്കെ ചെറിയ ഈ പുഴുക്കൾ ഇതിനൊക്കെ ചെടികളൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ പുഴുക്കൾ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. വേനൽക്കാലത്തൊക്കെ ഞാൻ ചെടികളിനൊക്കെ നന്നായിട്ട് സംരക്ഷിക്കും കേട്ടോ. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ കമ്പിളിപ്പുഴു എന്ന് പറഞ്ഞൊരു സംഭവം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങൂല, എനിക്കെന്തോ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇത്രയും ധൈര്യത്തോടെ എത്ര കാര്യങ്ങൾ ചെയ്യുന്ന സിലു എന്തിനാണ് ഈ കോഴീനെയും കിളികളിനെയൊക്കെ തൊടാനും ഇതിനൊക്കെ പേടിക്കുന്നത് എന്ന്. അന്ന് രാത്രി ഞാൻ കുറേ ചിന്തിച്ചപ്പോഴാണ് ഒരു വാസ്തവം ഞാൻ മനസ്സിലാക്കിയത്. ആക്ച്വലി എൻ്റെ ചെറുപ്പത്തിൽ എനിക്കിതിനൊന്നിനെയും ഒരു പേടിയില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഫാമിലിയിൽ ഞാനാണ് മൂത്ത പെൺകുട്ടികളിൽ മൂത്ത പേരക്കുട്ടി. അപ്പോൾ എൻ്റെ താഴെ അപ്പം ഞങ്ങളെല്ലാവരും തറവാട്ടിൽ ഒന്നിച്ചാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ താഴെ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഇവരെല്ലാം നേതൃത്വം വഹിക്കുന്നതും എല്ലാവരും കൊണ്ടുപോകുന്നതും ചെയ്യുന്നതും ഒക്കെ ഞാനായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പണ്ട് കാലത്തുള്ള ഈ വീടുകളുടെ അവിടേക്ക് ഈ കമ്പിളിപ്പുഴുവിൻ്റെ വിവിധ തരം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സാധനങ്ങളെയൊക്കെ കയ്യിലെടുത്ത് കവറിലിട്ട് കെട്ടി റോഡിലേക്ക് വലിച്ചെറിയും. അതായത് ഇതിനെ കൊല്ലുന്ന പരിപാടിയാണ്. ഇതൊക്കെ ഞാനാണ് നേതൃത്വം കൊടുത്തിരുന്ന ഒരാൾ, എന്ത് ജീവികളെയും കയ്യിൽ പിടിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് ചെറുതിൽ എൻ്റെ അത്ത എനിക്കൊരു മൈനിനെ പിടിച്ച് തന്നിട്ട് കുറച്ച് ദിവസം ഞാനത് വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. അത് പോവില്ല, നമ്മുടെ അടുത്തുനിന്ന് പോവാതെ അങ്ങനെ. പിന്നെ അണ്ണാൻകുട്ടി, അതിനെ ഞാൻ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. അതായത് ഈ എന്തെങ്കിലും അപകടം പറ്റിയിട്ട് ഇങ്ങനെ കിടക്കൂലേ, അപ്പോൾ അതിനെ എനിക്ക് തന്നിട്ട് ഞാൻ അതിനിങ്ങനെ സംരക്ഷിക്കുമായിരുന്നു. അപ്പോൾ ഈ എല്ലാ സാധനങ്ങളെയും കയ്യിലെടുത്ത് കൊഞ്ചിച്ച് നോക്കി ഞാൻ എപ്പോഴാണ് ഈ ജീവികളൊക്കെ ഇങ്ങനെ പേടിച്ച് തുടങ്ങിയത് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും സിറ്റുവേഷൻസും നമ്മൾ ഗേൾസിനെ ഒരുപാട് മാറ്റുന്നു. നമുക്കില്ലാത്ത പേടികളിന് ആരാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തിരികെ തരുന്നത്? നിനക്ക് അതിന് പേടിയാണ്, നിനക്ക് അത് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, നിനക്ക് തീരെ കഴിവില്ല, നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ട് എത്രയും ബോൾഡായ ഒരു പെൺകുട്ടി കുറേ കാലക്രമേണ അവൾക്ക് എന്തിനോടും ഏതിനോടും ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒരു കൂട്ടത്തിൽ നിൽക്കാനും അല്ലെങ്കിൽ ഈവൻ ഡ്രൈവ് ചെയ്യാൻ ഒക്കെ പേടിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ട് മാറുകയാണ് എന്നുള്ളൊരു വാസ്തവം. പക്ഷേ ആക്ച്വലി നമ്മുടെ ഇന്നർ മൈൻഡിൽ നമ്മുടെ ആ പഴയ ഒരാൾ ഉണ്ട്, അതിനൊന്ന് തട്ടി എണീപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ വന്നൊരു ആഗ്രഹമായിരുന്നു കിളികളെയൊക്കെ വളർത്തണം എന്നുള്ളത്. പക്ഷേ എനിക്കറിയാം നമ്മൾ ഈ പറക്കുന്ന കിളികളെ കൂട്ടിലെടുത്ത് വളർത്താൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ കിളികളെയല്ല ഉദ്ദേശിക്കുന്നത്. നാച്ചുറലി പുറത്ത് പോയിട്ട് സ്വന്തമായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റാത്ത, അതിന് വേണ്ടിയിട്ട് ബ്രീഡ് ചെയ്തെടുക്കുന്ന കിളികളൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ചെറിയൊരു കൂട്ടിലല്ലേ വളരുക. അപ്പം അങ്ങനെയുള്ള കുറച്ച് കിളികളെയൊക്കെ നമുക്ക് വാങ്ങിയിട്ട് കുറച്ച് വലിയ വീട് പോലെ, കുറച്ച് അത്യാവശ്യം അവർക്ക് പറക്കാൻ പറ്റുന്ന പോലെ. കാരണം ഇവറ്റകളെ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ മറ്റ് കാക്കകളും മറ്റ് കിളികളൊക്കെ കൊല്ലും, ഇവർക്ക് സ്വന്തമായിട്ട് ഫുഡ് എടുക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ എവിടെയോ ചെറിയ കൂട്ടിൽ കിടക്കുന്ന കിളികളെ വാങ്ങി നമ്മൾ രക്ഷപ്പെടുത്തിയിട്ട് കുറച്ച് വലിയൊരു വീട് പോലെയുള്ള ഈ ഒരു സംഭവത്തിൽ വളർത്താം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കിളിക്കൂടാണ്
ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇതിലേക്ക് എൻ്റെ മൈൻഡ് മാറ്റാൻ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. അതായത് നമ്മൾ ഒരു ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് വേറൊരു ഇതിലേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ്ലി എൻറ്റയർലി നമ്മുടെ ചിന്തകളൊക്കെ മാറും. നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്താൻ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും. അങ്ങനെ ഞാൻ കുറച്ച് ഗാർഡനിങ്ങും കുറച്ച് കൃഷിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ മക്കളെ മൊബൈലിൽ നിന്നൊക്കെ മാറ്റി അവർക്ക് ഈ സമൂഹമല്ല, ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെയൊക്കെ ഇണക്കി അവരെ സ്നേഹിച്ച് വളർത്താനുള്ള ഒരു അറ്റ്മോസ്ഫിയറും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കിളിക്കൂട് സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് ഇടാം കേട്ടോ.